എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ പ്രധാനമായിട്ടും നടന്ന സംഭവങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. ഇന്ന് പ്രധാനമായിട്ട് നടന്ന ഗിസലും അനുമോളും തമ്മിലുള്ള ഇഷ്യൂസാണ് കൂടുതലായിട്ട് ഇന്ന് കാണിച്ചത്. കാരണം കൂടുതലായിട്ട് കാണിച്ചത് അത്. പക്ഷേ ഒരു കാര്യം അതിൽ പറ്റിയതെന്ന് വെച്ചാൽ അനുമോളിനാണ് കൂടുതൽ വഴക്ക് പോലെ വഴക്കായിട്ട് അങ്ങനെ കേട്ടിട്ടില്ല. മോഹൻലാലെല്ലാം സോൾവായിട്ട് പറഞ്ഞു. പക്ഷേ അനുമോൾക്കാണ് കൂടുതലിട്ട് ഗിസലിൻ്റെ കള്ളത്തരങ്ങളൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കാണ്ട് ഒരു പനിഷ്മെൻറ്റ് കൊടുക്കാതാണ് ഇരുന്നത്. അതുപോലെ തന്നെ അനുമോൾക്ക് കൂടുതൽ പറയുകയും അനുമോളുടെ പ്രവൃത്തിയിലൊന്നും പനിഷ്മെൻറ്റ് കൊടുത്തുമില്ല. അത് നല്ലത് കാര്യം. പക്ഷേ അനുമോളിൽ കൂടുതൽ കുറ്റക്കാരിയാക്കി കാണിച്ച പോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവർക്കും അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടെയൊക്കെ ഗിസലിന് കൊടുക്കാമെന്ന്, കുറച്ച് വഴക്കും അല്ലെങ്കിൽ ഒരു പനിഷ്മെൻറ്റൊക്കെ കൊടുക്കാമെന്നും ഗിസലിന് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ചർച്ചാ വിഷയം. എല്ലാവർക്കും അനുമോളെ ഇഷ്ടമല്ലെന്നൊരു അവരുടെയൊക്കെ ചർച്ചയിൽ ഇന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. കാരണം പല ആൾക്കാരും അനുമോളിനെതിരായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ അനുമോൾ ഈ ആണുങ്ങളെല്ലാം മൊണ്ണങ്ങളെന്ന് പറഞ്ഞെല്ലാം വീഡിയോ ഇട്ട് കാണിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അവർ ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ കാണിച്ചു തന്നു. കാരണം അവരെല്ലാം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ബിഗ് ബോസിന് തന്നെ അറിയാം. അപ്പം അതങ്ങനല്ല, അവർ അറിഞ്ഞിരിക്കണം എന്ന രീതിയിലാണ് അത് കാണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ അനീഷിൻ്റെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ലാലേട്ടൻ. ലാസ്റ്റ് സമയം രതീഷ് കാണിച്ചിട്ട് വിട്ടുള്ള സംസാരങ്ങളാണല്ലോ അനീഷ് കാണിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അനീഷിൻ്റെ സംസാരങ്ങൾ, അനീഷിൻ്റെ വീഡിയോസ്, എങ്ങനെയൊക്കെ സംസാരിക്കുന്ന വീഡിയോസൊക്കെ അനീഷിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അനീഷ് ഷെയ്ക്കിനും പോക്കിനും അടുക്കാത്ത രീതിയിൽ എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുള്ള രീതിയിലാണ് അനീഷ് പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല, മോഹൻലാലിൻ്റെ മുന്നിലും പുള്ളി ആ രീതിയിലാണ് നിൽക്കുന്നത്, അറിയത്തില്ല. അതുപോലെ തന്നെ ആദില നൂറയോട് നൂറ് സംസാരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ. ഇങ്ങനെ പല ആൾക്കാർ ഗിസലിനോട് സംസാരിക്കുന്നുണ്ട്. ഗിസലിന് എന്തൊരു ബൂണ്ട്, എന്തോ ഒരു മുറിവ്, എന്തോ കാര്യങ്ങൾ ഉണ്ടെന്നാണ്, അതുകൊണ്ടാണ് ക്രീം എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഭിലാഷാണ് നല്ലത്. അഭിലാഷിൻ്റെ സ്വഭാവം മാറിയതിനെക്കുറിച്ചും അനീഷിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ. അതുപോലെ തന്നെ ഈ ഒരു ടാസ്കിനെ കുറിച്ചുകളൊക്കെ സംസാരിക്കുന്നുണ്ട്. മെയിനായിട്ട് ടാസ്കിൽ അവർ രണ്ടും സസ്പെൻഷനിൽ പോയില്ലേ, അതേക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് കൂടുതലും ഇന്നത്തെ എപ്പിസോഡിൽ. അതുപോലെ തന്നെ നിവിൻ്റെ കള്ളത്തരങ്ങളൊന്നും സംസാരിച്ചില്ല. ചിലപ്പോൾ നാളത്തെ എപ്പിസോഡ് കാണിക്കുമായിരിക്കും നിവിൻ്റെ കള്ളത്തരങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ. അതുപോലെ അനുവിനെ കള്ളിന്ന് വിളിച്ച രീതിയും അതൊക്കെ അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പഴയ എപ്പിസോഡും ഒക്കെ ഇന്ന് കാണിക്കുന്നുണ്ടായിരുന്നു മോഹൻലാൽ. പിന്നെ അതുപോലെ തന്നെ ആരായിരുന്നു, പല കാര്യങ്ങളും ഇന്ന് കഴിഞ്ഞ ആഴ്ച സംഭവിച്ച പല കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇന്ന് സംസാരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, വലിയ സീരിയസ് ആയിട്ടുള്ളൊന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു നാളെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്ന് നമ്മുടെ റോബോട്ടിനെ പരിചയപ്പെട്ട്, പട്ടിയായിട്ടുള്ള റോബോട്ടിൻ്റെ പേര് ഞാൻ പറഞ്ഞത് റോബോട്ടിനെ പരിചയപ്പെട്ട് നിവിനോട് പോയി പണിപ്പുരയിൽ പോയി ചെല്ലാൻ പറഞ്ഞ് എന്തോ സമ്മാനം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നിവിൻ പേടിച്ചു പോയി. ഓവർ ആക്ടിങ് ആണ് നിവിൻ. എനിക്കറിയത്തില്ല, കുറച്ച് ഓവർ ആക്ടിങ്, അതൊന്നും ആവശ്യമില്ല. നിവിൻ പേടിച്ചു പോയി. പട്ടി വന്ന് എല്ലാവരെയും പെടുത്തി. അതൊക്കെ കഴിഞ്ഞിട്ട് പട്ടി പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ലാസ്റ്റിൽ നമ്മുടെ ബിൻസി ഔട്ടായത് കേട്ടോ. പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ബിൻസി പോയത്. ബിൻസി ഒരുവിധം കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മറ്റുള്ള ആണുങ്ങളെക്കാട്ടിൽ അനുമോൾ ഒഴിച്ച്, ഗിസലും അനുമോളും ഷാനവാസും അനീഷും ഒഴിച്ച് ബാക്കി എല്ലാവരെക്കാട്ടും മെച്ചമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു നമ്മുടെ ആർ.ജെ. ബിൻസി. പക്ഷേ ആർ.ജെ. ബിൻസി പോകേണ്ട അവസ്ഥ എല്ലാവരും ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. ഇനിയിപ്പം വൈൽഡ് കാർഡ് എൻട്രിയൊക്കെ വരുമോ, ഈ വീക്കിൽ വരുമോ എന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ ഈ വീക്കിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അതുപോലെ ഗിസലിനാണ് നമ്മുടെ പോയിന്റ് സ്റ്റാർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗിസലിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്റ്റാർ കൊടുത്തത്. അപ്പം മൊണ്ണകളെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഗിസലിന് കുറേ സ്റ്റാർ. പക്ഷേ ഗിസൽ അവർ പറഞ്ഞ 100% കറക്റ്റാണ്. ഗിസൽ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്, ഗെയിം അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റാർ കൂടുതലും ഗിസലിനാണ് കിട്ടുന്നത്. ഷാനവാസിന് കിട്ടി, അനീഷിനാണ് പിന്നെ രണ്ടാമത് കിട്ടിയത് സ്റ്റാർസൊക്കെ. അങ്ങനെ സൂപ്പർ ഒരു എപ്പിസോഡായിരുന്നു. മോഹൻലാൽ, എനിക്ക് തോന്നുന്നു മോഹൻലാൽ ഈ അനുമോളുടെയും ഗിസലിൻ്റെ കാര്യം എടുത്ത് പറയാതെ ചിലപ്പം നമ്മുടെ അനുമോൾ തള്ളുകയൊക്കെ ചെയ്തിട്ടായിരുന്നു. പക്ഷെ അതൊരു ഇഷ്യൂ ആയിക്കഴിഞ്ഞാൽ, പിന്നെ ഒരു കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇഷ്യൂ ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ മോഹൻലാൽ ബിഗ് ബോസും അതൊരു വലിയ ഇഷ്യൂ ആക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു സോഫ്റ്റ് എപ്പിസോഡായിരുന്നു. നാളെയും ഒരാൾ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. നാളെ ശൈത്യ പോകാനോ അല്ലെങ്കിൽ ശൈത്യ പോകാനാണ് ചാൻസും തോന്നുന്നു, അറിയില്ല ആരാ പോകുന്നതെന്ന്. എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.